അപ്പോൾ ദാ നമ്മൾ അമ്പലത്തിലേക്ക് എത്തി. ഇവിടെ ഒരു വല്ലാത്തൊരു പോസിറ്റീവ് എനർജി ആട്ടോ. ഈ മരങ്ങൾ കാണാൻ തന്നെയാണ് ഇവിടെ ഏറ്റവും ഒരു ഭംഗിയുള്ളത്. കൊടുങ്ങല്ലൂരമ്മയുടെ അടുത്തേക്ക് പോകുമെന്ന് പറയുമ്പോൾ മനസ്സിൽ ആദ്യം തെളിഞ്ഞു വരുന്ന ഈ ഒരു മരങ്ങളുടെ രൂപം കൂടിയാണ്. ചെറിയ തിരക്കുണ്ട് കേട്ടോ ഇവിടെ. അമ്മ പോയിട്ട് വഴിപാടുകൾക്കുള്ള രസീതൊക്കെ ശരിയാക്കുമ്പോഴേക്കും ഞാനും അനിയത്തിയും ക്യൂവിൽ നിൽക്കാമെന്ന് കരുതി ക്യൂ ലക്ഷ്യമാക്കി അങ്ങ് നടക്കുകയാണ്. പ്രധാന നട എത്താറായപ്പോഴേക്കും തിരക്കുകൾ കണ്ടു തുടങ്ങി കേട്ടോ. ആൾക്കാർ ഇതാ ആ കാണുന്നത് ക്യൂവിൽ നിൽക്കുന്നവരാണ്. അപ്പം നമുക്കും അതിൽ പോയി നിൽക്കാം. ചെറിയ വെയിലൊക്കെ ഉണ്ടായിട്ടോ. അങ്ങനെ നമ്മൾ നിന്നതാ നടയുടെ അടുത്ത് എത്താറായി. കൊടുങ്ങല്ലൂരമ്മയ്ക്ക് ഒരു പട്ട് വാങ്ങിയിരുന്നു, അതിന് സമർപ്പിക്കണം. അപ്പോൾ ഞങ്ങൾ അകത്തേക്ക് കയറി തൊഴട്ടെ കേട്ടോ. അകത്ത് കയറി നന്നായിട്ട് തൊടാൻ പറ്റി. ദേവീനെ കൺകുളിർക്കെ കണ്ടു. ഒരു പ്രത്യേക ചൈതന്യമാണ് കൊടുങ്ങല്ലൂരമ്മയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ. ശരിക്കും നോക്കിക്കൊണ്ടിരിക്കാനേ തോന്നും. എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു അമ്പലമാണ് കൊടുങ്ങല്ലൂർ. അതുപോലെ അതിനോട് ചേർന്നുള്ള ശിവൻ്റെ അടുത്താണെങ്കിൽ ഒത്തിരി നേരം പ്രാർത്ഥിക്കാൻ പറ്റി. അങ്ങനെ അതൊക്കെ കണ്ട് തൊഴുത് ഞങ്ങൾ ഇറങ്ങിയിട്ടു.